തൃശൂരിൽ വിമതനായി പത്രിക നൽകിയ ജയപ്രകാശ് പൂവത്തിങ്കലിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ജയപ്രകാശുമായി DCC KPCC ഭാരവാഹികൾ ആശയവിനിമയം നടത്തി. ജില്ലയിലെ കോൺഗ്രസിലെ പ്രമുഖ പദവികൾ ഒരു വിഭാഗം മാത്രമായി കൈയടക്കി വെക്കുന്നുവെന്നാണ് ജയപ്രകാശ് പൂവത്തിങ്കലിന്റെ ആരോപണം. തുടർന്നാണ് വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത്. മേയർ, DCC പ്രസിഡന്റ്, തൃശൂർ, ഒല്ലൂർ MLA സ്ഥാനാർത്ഥികൾ തുടങ്ങിയവ ഒരു വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് മാത്രമാക്കി പാർട്ടി മതേതര നിലപാട് കൈവെടിയുന്നുവെന്നാണ് വിമത സ്ഥാനാർത്ഥിയാകാൻ കാരണമെന്ന് ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കീ പോസ്റ്റുകൾ മുഴുവൻ ഒരു വിഭാഗം ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ മേയർ, അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, തൃശ്ശൂരിൽ തന്നെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ KPCC ഭാരവാഹികൾ, ഇതെല്ലാം ഒരു വിഭാഗം കീ പോസ്റ്റ് കൈയടക്കിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഞാൻ ഇപ്പോൾ നോമിനേഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. KPCC DCC ചർച്ചയ്ക്ക് വിളിക്കും. ചർച്ച ചെയ്ത് ഇതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ 26-ാം തീയതി ഞാൻ പുതിയൊരു തീരുമാനവുമായി മുന്നോട്ട് പോകും. ഇക്കാര്യം DCC KPCC ഭാരവാഹികളോട് ഉന്നയിച്ചിരുന്നുവെങ്കിലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തെ തുടർന്ന് DCC KPCC ഭാരവാഹികൾ വിഷയം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പരിഹാര നടപടികൾക്ക് ഉറപ്പ് ലഭിച്ചാൽ മത്സരിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുമെന്നും ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു. ചർച്ചയ്ക്ക് വിളിച്ച് ചർച്ച തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. ചർച്ചയില്ലെങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോകാനും സാധിക്കും. ഞാൻ ഒരു പാർട്ടിയിലും ചേരില്ല. കോൺഗ്രസിന്റെ സജീവ മെമ്പർഷിപ്പ് ഉണ്ട്. അതിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ ഉള്ളിൽ ഒരു പുതിയതല്ല, പഴയ വിപ്ലവം ഇപ്പോഴും കാത്തു സൂക്ഷിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പടപൊരുതി ഇറങ്ങിയിട്ടുള്ളത്. പല ആളുകളും എന്നെ വിളിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കളായാലും അണികളായാലും ഈ ആക്ഷേപം പറഞ്ഞപ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ പേടി കാരണമാണ്, ഇതൊന്നും പറയുവാനുള്ള ചങ്കൂറ്റില്ലാത്ത കാരണമാണ് ഞാൻ ഇതിന് നേതൃത്വം നൽകിയത്. അല്ലാതെ വേറെ ഒരു വിമതനായി മത്സരിച്ച് വലിയ ആളാകുവാനോ പേരെടുക്കുവാനോ അല്ല. അത് 26-ാം തീയതി ഇതിന് മറുപടി ഇല്ലെങ്കിൽ തീരുമാനിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ICC KPCC നേതൃത്വം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വേണ്ടത് രീതിയിൽ പരിഹരിക്കാമെന്ന്. അത് കണ്ടിട്ട് ഞാൻ പിന്നീട് മറുപടി പറയാം. 4 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള 58-കാരനായ ജയപ്രകാശ് KSU ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. TCV ന്യൂസ്, തൃശൂർ.